പാലട പായസം വെക്കാം വീട്ടിൽ ഈസി ആയിട്ട് തന്നെ കുക്കറിൽ വെക്കാം. നമുക്ക് ഇങ്ങനെ ഒരു കുക്കറൊക്കെ ഉണ്ടാവില്ല, സ്റ്റീലിൻ്റെ കുക്കർ. നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം എപ്പോഴും. നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇപ്പം ഞങ്ങൾ വെച്ചിട്ടുള്ളത് 2 പാക്കറ്റ് പാലാണ്. അതിലേക്ക് ഇത് ഡബിൾ ഹോഴ്സിൻ്റെ എന്താ പറയുന്നതിന് അടപ്രഥമൻ, പാലട പ്രഥമൻ. അതിന് വാങ്ങിക്കണ അരിയാണ്, അത് അരിയല്ല പാലടയാണ്. അതെടുത്തിട്ട് വെറുതെ ചൂടുവെള്ളത്തിൽ വേവിച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചെടുത്തതാണ് കേട്ടോ. നല്ല അപ്പോൾ എടുത്തപ്പം ഇങ്ങനെ ഇരുന്നു, അതായത് ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ അത് കുറേ പ്രാവശ്യം നമ്മൾ കഴുകണം. നല്ലപോലെ പച്ച വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് വേണം. കണ്ടോ, ഇങ്ങനെ എടുത്ത് കഴുകി എടുത്തിട്ടാണ് ഞാൻ ആ അരിപ്പേര് മാറ്റി വെച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാനാണ്. കുറേ സമയം വലിച്ചു നീട്ടുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ചായിട്ട് പറഞ്ഞ് കാണിക്കുന്നത്. ഇതാ ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ കഴുകി എടുത്ത് മാറ്റി വയ്ക്കണം. ഇങ്ങനെ കഴുകി മാറ്റി വെച്ചിട്ട് വേണം അങ്ങനെ വേണ്ട ഊട്ടിക്കളയാം, പിന്നെയും കഴുകുക. അങ്ങനെ കഴുകി മാറ്റിയാലാണ് നമ്മുടെ അടയ്ക്ക് നല്ല ക്ലിയറായിട്ടൊരു പായസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വീട്ടിലുണ്ടാക്കാൻ ഈസിയാണ്, വളരെ കുറച്ച് സമയവും മതി. നമുക്ക് കുറേ നേരം ഇതിൻ്റെ പുറകിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ കുക്കറിൽ നമ്മുടെ ഇതിപ്പോൾ 2 പാക്കറ്റ് പാലും 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ പാലും ഒന്നും ചെയ്തിട്ടില്ല, പാല് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണേ. 2.5 ഗ്ലാസ് വെള്ളമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 സ്പൂൺ ഇട്ടോളൂ, അല്ലെങ്കിൽ 3 സ്പൂണല്ല കേട്ടോ, 3 ഒരു 150 ഗ്രാമോളം ഞാൻ ഇടുന്നുണ്ട്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാമിൻ്റെ കപ്പാണ്, അതിൽ വെച്ചിട്ട് വേണം എടുക്കണം, എങ്കിലേ അത് ടേസ്റ്റ് ആവുള്ളൂ. എപ്പോഴും പഞ്ചസാര മുന്നിൽ നിൽക്കണം എന്നാണ് ഈ പായസത്തിൻ്റെ പ്രത്യേകത. ഇനി നേരിട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 മിനിറ്റ്, ഞാനൊരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ്. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അട ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു പറഞ്ഞാൽ ആ അടയൊക്കെ അടയിൽ അടിഞ്ഞുകൂടാണ്ട് ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി മാത്രം അടച്ചു കൊടുത്തിട്ട് നമ്മൾ നോർമലായിട്ട് അടയ്ക്കുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് ടെറസിൽ ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ കുക്കറിനെ അടയ്ക്കുകയാണ്. അടച്ചു എന്നിട്ട് നോർമലായി നമ്മൾ തീ കത്തിക്കുകയാണ്. ഇങ്ങനെയാണോ അതുപോലെ തീ കത്തിച്ചു കൊടുക്കുക. അത് ഓണാണേ. ഒന്ന് ചൂടായപ്പോൾ നല്ല പോലെ ഇങ്ങനെ ചൂടാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ഇങ്ങനെ ഇരിക്കണം. അത് ഗ്യാസിൽ ചെറിയ ചൂടിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നേരിയതായിട്ട് തീ കത്തണുള്ളൂ. അതിലിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ അതേ ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പാലിനെ അടുപ്പത്ത് വെച്ചു, പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ സാധാരണ പോലെ ഞങ്ങൾ പ്രസ്റ്റീജിൻ്റെ കുക്കറാണ്, അടയ്ക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ വിസിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് തുറക്കാൻ പോവാണ് കേട്ടോ. തുറക്കാൻ കിട്ടണമെങ്കിൽ 1 മിനിറ്റ്. നിങ്ങൾക്കിതൊരു കളർ മനസ്സിലാവേണ്ടെന്ന് അറിയില്ല, ചെറിയൊരു പിങ്കിഷ് കളർ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷുഗറൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി നോക്കുക, എന്നിട്ട് അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഇതേപോലെ തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട, അടച്ചു വെച്ചാൽ മാത്രം മതി. എന്നിട്ട് വീണ്ടും നമ്മൾ ഗ്യാസ് വളരെ കുറഞ്ഞ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓണാക്കി വയ്ക്കുക. എത്ര നേരമാണോ വിസിൽ വരരുത്, വിസിൽ വരുന്നതിന് മുൻപ് തന്നെ ഒന്ന് ഓഫ് ചെയ്തിടുക. പിന്നെ അത് എയർ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 3 പ്രാവശ്യമാണ് നമ്മളങ്ങനെ ചെയ്യേണ്ടത്.